എല്ലാ കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റൂമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പുതിയൊരു റൂം നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുവൈറ്റിൽ എങ്ങനെയാണ് പുത്തൻ റൂമുകളൊക്കെ കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എത്രയാണ് കുവൈറ്റിലെ റൂമുകൾക്കുള്ള റെന്റ് കാര്യങ്ങളൊക്കെ എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ മാത്രമല്ല, വൈഫും ഞാനും ഉണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു റൂം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റാണ് തൊട്ട് പുറകിൽ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത് 1 BHK ഫ്ലാറ്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 150 ദിനാറാണ് ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ വാടക എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വലിയ റൂമും കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റൂം മാറാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. എത്രയാണ് ഇവിടുത്തെ റെന്റ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഒരു പുതിയ റൂം കണ്ടെത്താനായിട്ട് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബേമുള്ള ബ്ലോക്ക് 1-ലൂടെയാണ്. അപ്പോൾ പുതിയൊരു റൂം കണ്ടുപിടിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന റൂമിൽ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ റൂമുകളായതുകൊണ്ട് തന്നെ താമസ സൗകര്യം തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു റൂം എടുത്ത് അല്ലെങ്കിൽ 2 BHK റൂം എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന ബേമുള്ള ബ്ലോക്ക് 1-ൽ നിന്നും ബ്ലോക്ക് 2-ലുള്ള ഒരു ഏരിയ ഉണ്ട്. ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ആ ഏരിയയിൽ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ടാക്സിയിലാണ് ഈ പോകുന്നത്. മേബുള്ളയിലെ ഏറ്റവും തിരക്കുള്ള ഒരു പ്രദേശത്തൂടെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്. സഫ പോലെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത് എന്ന് പറയുന്നത്. വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ കുവൈറ്റിൻ്റെ ഈ തെരുവിലോരങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതെല്ലാം വലിയ വലിയ ഫ്ലാറ്റുകളാണ്. ഈ ഫ്ലാറ്റുകളിലെല്ലാം താമസിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ മേബുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ള ബ്ലോക്ക് 2-ലോട്ടാണ് യാത്ര. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു റൂമും കാര്യങ്ങളും ഒരു 2 BHK റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ റൂമൊന്ന് കാണാനായിട്ട് ഞങ്ങൾ പോകുന്നതാണ്. ഇവിടുത്തെ വാടകയുടെ റേഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു 270 മുതലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല പുത്തൻ ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഒരു 210 മുതലുള്ള 2 BHK ഫ്ലാറ്റുകൾ മേബുള്ളയിൽ അവൈലബിളുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടറിയാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിലുള്ള, അതായത് ബ്ലോക്ക് 1-ലുള്ളതും ബ്ലോക്ക് 2-ലുള്ളതുമായിട്ടുള്ള ഫ്ലാറ്റുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാറ്റുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റുകൾക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റ് നമ്പറുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്ന ഫ്ലാറ്റുകൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ കുവൈറ്റിൽ ഒരു കർശനമായ നിയമം വന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റുകൾക്ക് നിങ്ങൾ താമസിക്കുന്ന ഏത് അഡ്രസ്സിലാണോ ആ അഡ്രസ്സിൽ വേണം നിങ്ങൾ താമസിക്കാനായിട്ട് എന്നുള്ളൊരു കർശന നിയമം കുവൈറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയതായിട്ടൊക്കെ റൂം എടുക്കുമ്പോൾ നിങ്ങളുടെ ഹാരിസിനോട് പറഞ്ഞിട്ട് മാസി നമ്പറും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് വേണം നിങ്ങൾ സത്യം പറഞ്ഞാൽ റൂം എടുക്കാനായിട്ട്. നിങ്ങളുടെ പേരിൽ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം റൂം എടുക്കാനായിട്ട് എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. റൂമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോൾ അവർ സ്കൂളിൽ ചേർക്കേണ്ട ഒരു കാര്യമൊക്കെ വരും. അപ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ നമ്മുടെ ജോലിക്ക് പോകാനുള്ള സൗകര്യം, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ റൂം എടുക്കുന്നത് അല്ലേ. അപ്പോൾ വൈഫ് വർക്ക് ചെയ്യുന്നത് ഫർവാനിയയിലാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നത് അദാനിലാണ്. പിള്ളേർക്ക് സ്കൂൾ സൗകര്യം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫാഹയിൽ, മംഗഫ്, മേബുള്ള പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നിൽക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ള സ്കൂളുകളുടെ ഇതെന്ന് പറഞ്ഞാൽ അഹമ്മദി, അതുപോലെ മംഗഫ്, ഫാഹയിൽ പോലുള്ള സ്ഥലങ്ങളിലാണ് സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എനിവേ ഞങ്ങൾ ഈ തൊട്ടടുത്ത് തന്നെ ഒരു റൂം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂമും കാര്യങ്ങളൊക്കെ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ 2 BHK ഫ്ലാറ്റാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. 2 BHK ഫ്ലാറ്റുകൾക്ക് ഇവിടെ എത്ര റേറ്റ് ആവും, എന്ത് റേറ്റിൽ വാടകയ്ക്ക് റൂമുകൾ കിട്ടുമെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 220 ദിനാറൊക്കെ ആവും 2 BHK ഫ്ലാറ്റുകൾക്ക് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നല്ല നല്ല പുതിയ ഫ്ലാറ്റുകളൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറിയാൻ സാധിച്ചതുകൊണ്ട് ആ റൂമും തപ്പാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുവൈറ്റിൽ താമസിക്കുന്ന, ദുബൈസിൽ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്ന, അല്ലെങ്കിൽ വെളിയിലൊക്കെ റൂമുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതിനു മുമ്പും ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റൂമിൻ്റെ സൗകര്യങ്ങൾ, എങ്ങനെ റൂമുകൾ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ട് ഇന്ത്യൻസ് ഇൻ കുവൈറ്റിലൊക്കെ നമുക്ക് വേണമെങ്കിൽ തപ്പാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞറിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ റൂമും കാര്യങ്ങളൊക്കെ പോയി കാണാം. അതുപോലെ ഹാരിസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ തപ്പുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് റൂട്ടിലൂടെ. കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം ഞാൻ ആ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം.
210 റേഞ്ചിലുള്ള ഒരു 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 ഫ്ലാറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 BHK ഫ്ലാറ്റാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മേബുള്ള ബ്ലോക്ക് 1-ലാണ്. അപ്പോൾ ഇതുപോലുള്ള റൂമുകളൊക്കെ ഞങ്ങൾ 1-2 റൂമുകളൊക്കെ പോയി കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റുകളും ഇതിനിടയ്ക്ക് ഞങ്ങൾ പോയി കണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 270 ദിനാർ റെൻ്റുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഫ്ലാറ്റായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കൂടുതലും ഫാമിലിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഫാമിലിക്ക് കൊടുക്കാനായിട്ടാണ് ഈ പറഞ്ഞ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാര്യം ഈ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലോങ് ടൈമിലേക്കായിരിക്കും ആൾക്കാർ റൂമുകൾ എടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് എടുക്കുന്ന റൂമുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് റൂം എടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യമാണ് ഇവിടെ ഉള്ളവർക്ക്. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കൂടുതലും ഈജിപ്ഷ്യൻസ് ആണ് കൂടുതലും ഈ പറഞ്ഞ ഹാരിസ് പോലുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അത്യാവശ്യം അറബിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അവർ അത്യാവശ്യം കമ്മീഷനും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ശ്രമിക്കുമെന്നുള്ള കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ റൂം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺട്രാക്റ്റ് ബേസ് നമ്മൾ പെട്ടെന്ന് തന്നെ എഴുതിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം ഒരു 50 KD ഒക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ 30 KD കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കോൺട്രാക്റ്റ് എഴുതാനായിട്ടൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ കോൺട്രാക്റ്റ് എഴുതുമ്പോൾ പാസി നമ്പർ ഉള്ള ബിൽഡിങ്ങുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട്. ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് കയറാൻ വേണ്ടി പോകുന്ന നഴ്സുമാർക്ക് 3 മാസം കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് പുറത്ത് പോയി താമസിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ റൂമുകളും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും റൂമുകൾ പെട്ടെന്ന് പോയി എടുക്കാതിരിക്കുക. നമ്മുടെ സൗകര്യവും ആവശ്യവും നമ്മുടെ കുട്ടികളുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് വരാനും പോകാനുള്ള സൗകര്യം, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ റൂമുകൾ എടുക്കാനായിട്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കുവൈറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ റൂമുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. മേബുള്ള, മംഗഫ് പോലുള്ള ഏരിയകളിലൊക്കെ ഒരുപാട് മലയാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയകൾ തന്നെയാണ്. അപ്പോൾ അദാനിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏരിയയിലൊക്കെ റൂമുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മേബുള്ള എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ വാടകകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങളിത് റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ 1-2 റൂമുകളൊക്കെ ഞങ്ങൾ പോയി കണ്ടു. 270 ദിനാർ റെൻറ്റ് പറയുന്ന ഒരു 2 BHK ഫ്ലാറ്റ് പോയി കണ്ടു. അതുപോലെ തന്നെ 210 ദിനാർ റൂം പറയുന്ന, 210 ദിനാർ പറയുന്നതും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്പേസിലാണ്. ആദ്യം കാണിച്ച ആ ഒരു റൂമിനൊക്കെ 210 ദിനാറാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും 2 BHK ഫ്ലാറ്റ് നിർബന്ധമാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 BHK ആണ്. 150 ദിനാറാണ് ഇതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ഫ്ലാറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും